going home. Now I'm going home, okay? ഇതാണ് മേഫെയർ മൂഫെയർ. മോഹൻ സിംഗ് എന്ന് പറയുന്നതിൻ്റെ വണ്ടിയാന്ന് തോന്നുന്നു പോകുന്നത്. അപ്പോൾ ഇന്ന് കുറച്ച് വക്കീലന്മാരോടൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. കട്ടി ഇങ്ങനെ ഇവിടെയൊക്കെ വരുമ്പോൾ ഇവൻ്റെ ഒരു തെണ്ടി ഇവിടെ ഉണ്ട്. ഒരു എന്തുവാ അവൻ്റെ പേര്, അവനൊരു എന്താ പെണ്ണുങ്ങൾക്കൊക്കെ അശ്ലീല എഴുത്ത് എഴുതുന്ന ഒരു കള്ളൻ. കുറേ അവന്മാരിങ്ങനെ ഉണ്ട്, അശ്ലീല എഴുത്തുമൊക്കെ എഴുതി ഇങ്ങനെ നടക്കുന്ന കുറേ അവന്മാർ. ആൻറ്റി പച്ചമുളക് 10 രൂപയുടെ പച്ചമുളക്. അല്ല ആൻറ്റി, നമ്മൾ അമ്മയുടെ നമ്മുടെ ഈ ചെക്ക് ബുക്ക് ഉണ്ടല്ലോ, അത് തീർന്നായിരുന്നു. അപ്പോൾ അതിന് 1-ാം തീയതി ഒന്നും ചെന്നാൽ തരത്തില്ല. അപ്പം അതിന് പോയതാ. ഇപ്പം നമ്മുടെ വീട്ടിൽ വേറെ ആരാണ്ടൊക്കെ വരുന്നെന്നൊക്കെയാണ് കഥകൾ കേട്ടോ ആൻറ്റി. അല്ല, എന്നിട്ട് എന്തിനാന്ന് വെച്ചാൽ ഇവർ പണ്ടില്ലേ ആനന്ദൻ എന്ന് പറയുന്ന അങ്ങേറെ സ്വത്തൊക്കെ അടിച്ച് മാറ്റിയതൊക്കെ അറിയത്തില്ലേ, മൂത്ത അങ്ങേറെ. അപ്പം അങ്ങനെയൊക്കെ നമ്മുടെ സ്വത്ത് അടിച്ച് മാറ്റണം, ആരൊക്കെയോ നമുക്കുണ്ട്, മനസ്സിലായില്ലയോ? ഇതൊക്കെയാ വേലകൾ, ഇങ്ങനെ പല പല വേലകളാണ്. ഒരു തുമ്പി എന്ന് പറയുന്നവളും അവളുടെ മോനും കൂടെ വരിക ദിവസം, എന്നിട്ട് ആരൊക്കെയോ വരുന്നെന്നും ഒക്കെ ഭയങ്കര. നമ്മുടെ ക്യാമറ ഹാക്ക് ചെയ്യുക, ക്യാമറയ്ക്കകത്ത് എഡിറ്റ് ചെയ്യുക, പല പല വേലകളെല്ലാം നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നും ചീത്ത വിളിക്കുക. ഈ കുട്ടനും ഇവൻ്റെയും ഇതുപോലെ തന്നെ ഉണ്ട്, സുബ്രഹ്മണ്യൻ്റെ. പണ്ട് അവൻ്റെ മോൻ നമ്മുടെ വീട്ടിൽ വരുന്നതെന്നല്ലായിരുന്നോ കഥകൾ? അതറിയാമോ ആൻറ്റിക്ക്? ഇങ്ങനെയൊക്കെ കള്ള കഥകളാണ് ഉണ്ടാക്കുന്നത്. അവനെ പാതിരാത്രിക്ക് അവൻ്റെ വഴി നമ്മുടെ വീടിൻ്റെ മുന്നിൽ കൂടെ ഇല്ലയോ, അവിടെ കൂടി ഇങ്ങനെ നടക്കുന്നവരെല്ലാം എൻ്റെ വീട്ടിലോട്ട് വരുവാന്നോ കഥ? അതെങ്ങനെ ആൻറ്റി ശരിയാവുന്നത്? ആ വഴി ആരെങ്കിലും അങ്ങോട്ട് അവൻ്റെ വീട്ടിലോട്ട് പോയാൽ ഞങ്ങളുടെ വീട്ടിലോട്ട് വരികയാണെന്നാ കഥകൾ. ഇങ്ങനെയൊക്കെ കള്ള കഥകളാ. അവർക്ക് വട്ടാണ്. ഇങ്ങനെ കഥയുണ്ടാക്കുന്നവർ എവിടെയെങ്കിലും ഉണ്ടോ ആൻറ്റി? പെണ്ണുങ്ങൾക്ക് ജീവിക്കണ്ടായോ? നമുക്ക് ആളുണ്ടെങ്കിൽ എനിക്ക് പറയാൻ ധൈര്യമുണ്ട്, ഇല്ലയോ ആൻറ്റി? ഞാൻ ഇവിടെ കൊണ്ട് നടന്നില്ലയോ ഒരാളിനെ? ആൾ വരും, അല്ലാതെ കണ്ടവനെ ഒന്നും പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. അയാളും വക്കീല, ഞാൻ വക്കീൽ പഠിച്ചില്ലയോ ആൻറ്റിക്ക് അറിയത്തില്ലയോ? ഇങ്ങനെ നമ്മളെക്കുറിച്ച് അനാവശ്യം പറയുക. എത്ര രൂപ ആൻറ്റി? ഇങ്ങനെ അനാവശ്യം തന്നെ പറഞ്ഞേക്കുവാ നമ്മളെ കൊണ്ട്. നാട്ടുകാരറിയണമല്ലോ, ഇനിയെങ്കിലും നമ്മൾ അങ്ങനെ അങ്ങ് മറച്ചാലൊക്കത്തില്ലല്ലോ. 10 പേര് അറിയണ്ടായോ? അതുകൊണ്ട് ആൻറ്റിയോടൊക്കെ പറയുന്നത്.
ഓണം പിടിച്ചങ്ങ് ഇരിപ്പാ കടയിലും കയറി. ഞാൻ വന്നിങ്ങനെ കിടപ്പുണ്ടല്ലോ അവിടെ ഇങ്ങനെ എന്തുവാ ഡ്രാമയ്ക്ക് കിടക്കുക. മോഹൻ സിംഗ് കാറുമായിട്ടിങ്ങനെ കിടക്കുന്നു. അവൻ്റെ വീടിൻ്റെ മുന്നിൽ വരെ എത്തത്തുള്ളൂ അവൻ്റെ കാറ്. ഇങ്ങനെയാണോ എല്ലാവരും? മോഹൻ സിംഗ് എന്ന് പറയുന്നവൻ്റെ കാറിങ്ങനെ വീടിൻ്റെ മുന്നിൽ വരെ എത്തത്തുള്ളൂ, അങ്ങോട്ട് കയറത്തില്ല അവൻ്റെ കാറ്. ഡ്രാമയ്ക്ക് കിടക്കുക. എന്തോ ഡ്രാമയാണെന്നാ ഇവനുണ്ടാക്കുന്ന ഡ്രാമ. നമ്മുടെ വീട്ടിൽ കാറും കീറുമൊന്നുമില്ല, ഒരു കാറും ഇല്ല നമ്മുടെ വീട്ടിൽ. SNDP-യിലെ കഥ ഇതാ. SNDP-ക്ക് അടുത്താണ് നമ്മളെങ്കിൽ ഭയങ്കര ഒച്ചയിലായിരിക്കും പാട്ട്. SNDP-ക്ക് ദൂരെയാണ് ഞാനെങ്കിൽ പിന്നെ SNDP-യിലെ പാട്ട് ഭയങ്കര ചെറുതായിരിക്കും. എന്തൊക്കെ ഡ്രാമകളാണെന്നറിയോ? അയ്യോ, അങ്ങ് ഫുൾ ഓഫ് ഡ്രാമാസാണ്, ഭയങ്കര തമാശകളാണ്. പൊട്ട ഡ്രാമകളങ്ങ് ഉണ്ടാക്കുക ഇങ്ങനെ. തല ഇങ്ങനെ അങ്ങ് പുകയ്ക്കുന്ന ഇതാരാണെന്നറിയത്തില്ല. തലയങ്ങ് പുകയ്ക്കുകയാണ്, വലിയ കഥകളുണ്ടാക്കി പുകയ്ക്കുക. തല പുകയ്ക്കല്ല ജോലി, ഇങ്ങനെ കള്ളക്കഥകളുണ്ടാക്കി ഇങ്ങനെ തല പുകയ്ക്കുക ഇങ്ങനെ ജോലികൾ. എന്തൊക്കെ കള്ളക്കഥകളാണെന്നറിയാമോ? ഇങ്ങനെ കുറേ മുറികളൊക്കെ ഉണ്ട്. ഒന്നും നടന്നില്ല. അതുകൊണ്ട് ഞാൻ വന്ന് കയറിയപ്പം ഒരു കള്ളിയെ കൊണ്ടുവന്ന് വിട്ടായിരുന്നു. ഒരു കള്ളി വന്ന് നമ്മുടെ വീട്ടിലോട്ട് കയറാൻ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു, ഇവിടെ എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് പോകുമ്പം പൂട്ടിക്കൊണ്ട് പോകണം. അതുകൊണ്ട് നമ്മൾ പൂട്ടിക്കൊണ്ടാണ് പോരുന്നത്. ഒരു കള്ളി വന്ന് കയറാൻ തുടങ്ങിയൊന്നും നടന്നില്ല. കണ്ടില്ലേ, ഒരു കള്ളിയുടെ ഭാരത് ഗ്യാസിൻ്റെ ഇൻസ്പെക്ഷനാണ് പോലും. ഭാരത് ഗ്യാസിൻ്റെ ഇൻസ്പെക്ഷന് വരികയാണെന്ന്. ഇതാണ് SNDP. ഇതിനകത്തോട്ടൊക്കെ ആൾ കയറുമ്പോഴും നമ്മുടെ വീട്ടിലോട്ടൊക്കെ ആൾ കയറുന്നതെന്നൊക്കെയാണ് ഡ്രാമകൾ. അങ്ങനെ പല പല ഡ്രാമകളാണ്. അപ്പം നമ്മൾ എല്ലാവരെയും കാണിപ്പിച്ചിട്ടുണ്ട്. കണ്ടില്ലേ, മോഹൻ സിംഗിൻ്റെ വീടിൻ്റെ മുന്നിൽ വരെ കാറ് വരത്തുള്ളൂ. അവൻ്റെ കാറാണ്, അവൻ്റെ ആയിരിക്കും. KL 31B6996. ആരുടെയാണ്? പരിവാഹനകത്ത് നിങ്ങൾ നോക്കിയാൽ മതി. ഇവൻ്റെ പേരിലാണോ അതോ വീരേന്ദ്ര സിംഗിൻ്റെ പേരിലാണോ അതോ വീരേന്ദ്ര സിംഗ് എന്ന് പറഞ്ഞാൽ മനോജ് എന്നാണ് അവൻ്റെ പേരിപ്പം. ഇങ്ങനെല്ലാം വലിയ കള്ളന്മാരാണ്, മുതുകള്ളന്മാരാണ്. അപ്പം ഇതാണ് എൻ്റെ വീട്, സഹദേവ മന്ദിരം. നിങ്ങൾക്ക് കാണാം സഹദേവ മന്ദിരം ഏതാണെന്ന്. എൻ്റെ വീടിൻ്റെ മുന്നിൽ, അവൻ്റെ വീടിൻ്റെ മുന്നിലാണ് ഇല്ല കാറ് കിടക്കുന്നത്. കണ്ടില്ലേ, ഇങ്ങനെ ഡ്രാമയ്ക്ക് ഇട്ടിരിക്കുക. ആരാണ്ട് ഇവിടെ വന്നു, ഇവിടെ ആരും വരാനില്ല, ഇവിടെ ആരും വന്നിട്ടില്ല. ഇതെൻ്റെ വീടാണ്, അതവൻ്റെ വീടും. ഇതാണ് എൻ്റെ വീട്, സഹദേവ മന്ദിരം. മനസ്സിലായില്ലയോ? ഇവിടെ ഞാൻ വന്നേക്കുന്നത്, അല്ലാതെ കണ്ടടമൊന്നുമല്ല. അമ്മേ, കണ്ടിടത്തൊന്നും പോകേണ്ട കാര്യമില്ല എനിക്ക്. കണ്ടവൻ്റെ ഒന്നും വീട്ടിൽ കയറുന്ന സ്വഭാവമേ എനിക്കില്ല. മനസ്സിലായില്ലയോ? കണ്ടവരുടെ ഒന്നും വീട്ടിൽ കയറേണ്ട കാര്യമില്ല, അങ്ങനത്തെ സ്വഭാവവും ഇല്ല. കണ്ടവരുടെ വീട്ടിലൊന്നും വായി നോക്കി നടക്കുന്ന സ്വഭാവം. അപ്പോൾ ഇതാണ് എൻ്റെ വീട്, ഇവിടെയാണ് ഞാൻ. മോഹൻ സിംഗ് എന്ന് പറയുന്നവൻ്റെ കാറും വണ്ടിയാണ്. ഇത് അവൻ്റെ വീട്ടിലാണ് വന്ന് കിടക്കുന്നത്. ഇതാണ് എൻ്റെ വീട്, സഹദേവ മന്ദിരം. എന്താണ് കണ്ടില്ല, ഇതാണ് എൻ്റെ വീട്. എൻ്റെ വീട്ടിൽ കാറും കീറുമൊന്നും വന്നിട്ടില്ല. ഇങ്ങനെ പല പല കഥകൾ ഇവന്മാർ ഇങ്ങനെ ഉണ്ടാക്കും, ഭയങ്കര കഥകളാണ്.
എൻ്റെ അമ്മ പറയും പൂട്ടിക്കൊണ്ട് പോകാൻ, കാരണം എൻ്റെ അമ്മയല്ലേ ഉള്ളൂ. അപ്പോൾ ഇതെൻ്റെ വീടാണ്, ആരും ഇവിടെ കയറാനില്ല. അതുകൊണ്ട് എൻ്റെ അമ്മ ധൈര്യമായിട്ട് പറയും പൂട്ടിക്കൊണ്ട് പോകാനെന്ന്. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഞാൻ പൂട്ടി എടുത്തോണ്ടാണ് പോരുന്നത്. എൻ്റെ അമ്മ അകത്തിരുന്നോളും. ചോറൊക്കെ കൊടുത്ത് പിന്നെ ജോലിയൊന്നുമില്ല, പിന്നെ അവിടെ അകത്തിരുന്നോളും എൻ്റെ അമ്മ. മനസ്സിലായില്ലേ? അപ്പോൾ ഇതാണ്, എങ്ങും പോകേണ്ട കാര്യമില്ല. വീടെത്തി ഉണ്ടോ? നമ്മൾ നമ്മുടെ സാധനവും വാങ്ങിച്ച് നമ്മുടെ വീടെത്തി. ഇതാണ് എൻ്റെ വീട്, അല്ലാതെ കണ്ടടമൊന്നുമല്ല. കൂട്ടിക്കൊണ്ട് പോരാം. ഓക്കെ, നമ്മളെത്തി. ഇവിടെ ഒരു പട്ടിയില്ല, എൻ്റെ അമ്മയല്ലാതെ വേറെ ആരുമില്ല. എൻ്റെ അമ്മയല്ലാതെ വേറെ ആരുമില്ല. അമ്മേ, അമ്മേ, അമ്മേ. എൻ്റെ അമ്മയാ ഉണ്ടല്ലോ, അതുകൊണ്ട്